നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സന്റെ ചിന്തകളിൽ ഈ സമയം നിങ്ങൾക്കായിട്ട് എന്താണെന്ന്. എംപ്രസ്, ഏസ് ഓഫ് വാൻഡ്സ്, 7 ഓഫ് പെൻഡക്കിൾസ്, 8 ഓഫ് കപ്സ്, 9 ഓഫ് വാൻഡ്സ്, എംപറർ, നൈറ്റ് ഓഫ് വാൻഡ്സ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും ലോങ് ഡിസ്റ്റൻസിലാണ് കേട്ടോ. ജോലി സംബന്ധമായിട്ടായിരിക്കാം, ലോങ് ഡിസ്റ്റൻസിലാണ്. അത് മാത്രമല്ല നിങ്ങളുടെ ഇടയിൽ ഒരു കാസ്റ്റ്, കൾച്ചർ, റിലീജിയൻ ഡിഫറൻസ് ഉണ്ടായിരിക്കാം, സോഷ്യൽ സ്റ്റാറ്റസ് ഡിഫറൻസ് ഉണ്ടായിരിക്കാം, ഏജ് ഡിഫറൻസ് ഉണ്ടായിരിക്കാം. ഓക്കെ, അതിനെക്കുറിച്ചൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. അതൊക്കെ ഒരു തടസ്സങ്ങളായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവരുടെ സ്നേഹം വെളിപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ഉറപ്പില്ല. എന്ത് തന്നെയായാലും അവർ ഇത് കാണുന്ന സമയത്ത് അവരുടെ ജോലിയിലും തിരക്കിലാണ്. പക്ഷേ ഇവരെന്ത് ചെയ്യുമ്പോഴും നിങ്ങളുടെ മുഖം ഇവരുടെ മനസ്സിൽ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് കേട്ടോ. നിങ്ങളെ പറ്റി തന്നെ തുടർച്ചയായിട്ട് ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. കാരണം നിങ്ങളെ പോലുള്ള ഒരാളെ അവരുടെ ലൈഫിൽ കണ്ടുമുട്ടിയിട്ടില്ല. നിങ്ങൾ ഭയങ്കര കെയറിങ് ആയിട്ടുള്ളൊരു വ്യക്തിയാണെന്ന് ഇവർക്ക് തോന്നാറുണ്ട്. നിങ്ങളെ കാണാനും നിങ്ങളുടെ ശബ്ദം കേൾക്കാനും ഇവർക്ക് ഇഷ്ടമാണ്. നിങ്ങളുമായിട്ട് ഒരു ന്യൂ ബിഗിനിങ് വേണം എന്നൊക്കെ തീർച്ചയായിട്ടും ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളായിരുന്നു അവരുടെ ലൈഫ് പാർട്ട്ണറെങ്കിൽ എത്ര നന്നായിരുന്നു എന്നെല്ലാം ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ചില ഡിഫറൻസസ്, ചില തടസ്സങ്ങൾ, ചില വ്യത്യാസങ്ങൾ നിങ്ങളുടെ ഇടയിൽ ഉള്ളത് കൊണ്ട് അവരൊന്ന് റെസ്ട്രിക്റ്റഡ് ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. പക്ഷേ എന്തെങ്കിലും ഒരു ആക്ഷൻ നിങ്ങൾക്ക് വേണ്ടി എടുക്കണം എന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു റെസ്ട്രിക്ഷൻസ് കാരണം മടിച്ചു നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അതിനെപ്പറ്റി അവർ ചിന്തിക്കുന്നു എന്നും കാണുന്നുണ്ട്. എന്തൊക്കെ ചെയ്തിട്ടും നിങ്ങളുടെ ചിന്തകൾ അവർക്ക് നിർത്താൻ സാധിക്കുന്നില്ല. നിങ്ങളൊരു ഒബ്സഷൻ പോലെ അവരുടെ മനസ്സിൽ എന്താ പറയുക, തുടർച്ചയായിട്ട് നിങ്ങളുടെ ചിന്തകൾ വന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. ഒബ്സസ്ഡ് തോട്ട്സ് ആണ്. അങ്ങനെ ഒരാളെ പറ്റി തന്നെ വീണ്ടും 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 ചിന്തകൾ വരില്ലേ? മറക്കാൻ ശ്രമിച്ചാലും മൂവ് ഓൺ ചെയ്ത് ശ്രമിച്ചാലും പറ്റാത്ത ഒരു സാഹചര്യം അങ്ങനെ അവർ ഫേസ് ചെയ്യുന്നതായിട്ട് കാണുന്നു. അവരതിനെ പറ്റി ചിന്തിക്കുന്നു. ടെമ്പറൻസ് വെച്ചിട്ട് നിങ്ങളുമായിട്ട് ഒരു ഈക്വൽ ബാലൻസിൽ കാര്യങ്ങൾ എത്തിക്കണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. എങ്ങനെയെങ്കിലും ഈ ഒരു ഇംബാലൻസ് മാറ്റിയിട്ട് എങ്ങനെയാണ് അതൊരു പ്രോപ്പർ ബാലൻസിൽ എത്തിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. പേജ് ഓഫ് കപ്സ് വെച്ച് നിങ്ങളോട് സംസാരിച്ചാലോ തുറന്നു പറഞ്ഞാലോ എന്നെല്ലാം അവർ കാര്യമായിട്ട് തന്നെ ആലോചിക്കുന്നുണ്ട് കേട്ടോ. എത്ര നാളിങ്ങനെ മനസ്സിൽ അടക്കി വെച്ചിരിക്കും, പറഞ്ഞേക്കാം എന്ന് പല പ്രാവശ്യം ഇവർ ചിന്തിക്കുന്നുണ്ട്. ചാരിയറ്റ് ഒരു തീരുമാനമെടുത്ത് ഈവൻ ലോങ് ഡിസ്റ്റൻസ് ആണെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. വരുന്ന സമയത്ത് നിങ്ങളെ കണ്ട് സംസാരിക്കാം എന്നും അവർ ചിന്തിക്കുന്നുണ്ട്. ലവേഴ്സ് അവരുടെ ചിന്തകളിൽ വളരെ സ്നേഹത്തോടെ തന്നെയാണ്. രണ്ട് രീതിയിൽ അത് എടുക്കാം. അവരുടെ സ്നേഹം നിങ്ങളോട് വെളിപ്പെടുത്തണം, ഒരു തീരുമാനമായിട്ട് നിങ്ങളെ അറിയിക്കണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ.